ഞാനുള്ള വർക്ക് സ്പേസിൽ സ്ത്രീകൾ സുരക്ഷിതമാണെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവിടെ തീർന്നു എന്നുള്ളതിലല്ല, ബാക്കിയുള്ള വർക്ക് സ്പേസുകളിലെല്ലാം അവർ സുരക്ഷിതമാണോ എന്ന് നോക്കേണ്ടതും കൂടെ എൻ്റെ ഉത്തരവാദിത്തമാണ്. പൃഥ്വിരാജ്, ഒരു ചോദ്യം. അപ്പൊ നിങ്ങൾ തന്നെ വർക്ക് ചെയ്ത ബ്രോഡാഡി എന്ന സിനിമയിനകത്തൊരു നടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ അതിനെതിരെ നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത്? എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. എന്തൊക്കെയായിരുന്നു പൃഥ്വിരാജ് നിലപാടിന്റെ സിംഹം, ആർക്കുമില്ലാത്ത ധൈര്യം കാണിച്ചത് പൃഥ്വിരാജ് മാത്രം. അങ്ങനെ ഇപ്പൊ പവനായി ശവമായി എന്ന് പറയേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം അപ്പൊ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞ ആ ഒരു നിലപാട്, അതായത് പൃഥ്വിരാജ് മീഡിയക്ക് വന്നു കൊടുത്ത ആ ഒരു പ്രസ് കോൺഫറൻസിനകത്ത് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും പലരും കാണിക്കാത്ത ധൈര്യമാണ് പുള്ളി കാണിച്ചതെന്നൊക്കെ ഞാനടക്കം പലരും പറഞ്ഞതാണ്. ഘോരഘോരം പ്രസംഗിക്കുന്ന നിലപാടിന്റെ സിംഹം എന്നൊക്കെ ഞാനും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ആ പ്രസ് കോൺഫറൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതെന്നാണ് ചരിത്രമാണ്. കാര്യം പൃഥ്വിരാജിന്റെ പടമായിട്ടുള്ള, പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ചിട്ടുള്ള ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമയിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു നടിക്ക് മോശമായിട്ടുള്ള അനുഭവം എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഒതുക്കാൻ പാടില്ല, മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. അപ്പൊ ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള അലിഗേഷൻസ് പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്കറിയാം. ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്നത് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അതായത് എൻ്റെ വർക്ക് സ്പേസിനകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ഞാൻ സോൾവ് ചെയ്യേണ്ടത്, അത് മാത്രമല്ല എൻ്റെ ഉത്തരവാദിത്തം, ബാക്കിയുള്ള വർക്ക് സ്പേസുകളിലൊന്നും ആ ഒരു പ്രശ്നം നടക്കാണ്ടും കൂടെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിക്ക് പറഞ്ഞ ആളുടെ സെറ്റിനകത്താണ് ഈ പറഞ്ഞ വിഷയം നടന്നേക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ പുള്ളിക്കാരിക്ക് പറയാനുള്ളതെന്നൊന്ന് കേട്ടു. അതായത് ഞാൻ ഓൾറെഡി ഈ ബ്രോഡാഡിയുടെ ലൊക്കേഷനിൽ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. 4ാമത്തെ ഇപ്പൊ എനിക്ക് ഇന്ന ഷെഡ്യൂൾ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ സംശയമൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ തന്നെ ബുക്ക് ചെയ്ത്, അതായത് ഞാൻ ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ ഈ ലൊക്കേഷനിലുള്ള എല്ലാ ക്രൂവും ഉള്ള സെയിം ഹോട്ടല്. അപ്പം അവിടെ ഞാൻ റൂം ബുക്ക് ചെയ്തു. ഒരു 5:30 ആയപ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞു. 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ റൂമിലെത്തി. അപ്പം അന്ന് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് മൻസൂറാണ് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. 3ഉം 4ഉം ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. 3നും 4നും കൂടെയാണ് റൂം ബുക്ക് ചെയ്യുന്നത്. റൂം ബുക്ക് ചെയ്ത് ഞാൻ ഒരു 5:30 ആയപ്പോഴത്തേക്ക് റൂമിലെത്തി. 6 മണിയായിട്ടുണ്ട്. 6 മണിയായപ്പോൾ റൂമിലെത്തിയപ്പോൾ അന്ന് ശംഷാബാദ് ആയിരുന്നു ഷെഡ്യൂൾ. ശംഷാബാദ് ഷെഡ്യൂൾ കഴിഞ്ഞ് ഇവര് വന്നപ്പോ എന്റെ അടുത്തോട്ട് മൻസൂർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ റൂമിലോട്ട് വരുന്നുണ്ട്, അവിടുത്തെ ചീഫ് അസോസിയേറ്റിനെയും വേറൊരു അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തി ഉണ്ട്, ആ വ്യക്തിനെ കാണാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു. റെഡി ആയിരിക്കാൻ പറഞ്ഞു. ഞാൻ റൂമിലുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയി വന്നപ്പോഴത്തേന് ഇങ്ങനെ നമ്മുടെ വിൻഡോ ഉണ്ടല്ലോ, വലിയ വിൻഡോയുടെ 2 വശത്തെ ഈ കട്ടൻ ഇങ്ങനെ തുറന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് സ്പ്രൈറ്റ് ഒഴിച്ച് എനിക്ക് തന്നു. എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല. ഞാൻ ആ സ്പ്രൈറ്റ് കുടിച്ചു. ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ചോക്ലേറ്റ് കഴിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരുമാതിരി തലകറക്കോ ഈ സോപ്പുകളിലും കുറിച്ചൊരു ഫീലും ഭയങ്കര ഒരു വിറവല് പോലെ വന്നു. പിന്നെ നമ്മൾ എനിക്ക് എന്തോ തല കറങ്ങുന്നുണ്ട്, തീരെ മേലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് 11 മണിക്കാണ് രാത്രി. അപ്പൊ എനിക്കൊരു വല്ലാതെ വെപ്രാളം പോലെ വന്നു. അപ്പൊ 11 മണിക്ക് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എന്നെ യൂസ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ പേടിച്ചിട്ട് ആദ്യം തന്നെ മൻസൂറിനെ ഒരു 50 പ്രാവശ്യത്തോളം ഫോണിൽ വിളിച്ചു. എടുക്കാതെ വന്നപ്പോൾ ഞാൻ പിന്നെ വേഗം എന്റെ ഒരു ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് സംഭവിച്ചു, ഞാൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പൊ അവര് പറഞ്ഞു വെക്കേറ്റ് ചെയ്തോ പെട്ടെന്ന് റൂമ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമയത്ത് അവിടെ ഇരുന്നിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡ്, അപ്പോൾ ഷൂട്ടിന് പോവാന്നോ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് പോയത്. അല്ലാതെ ഈ നടന്ന സംഭവം ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു എനിക്ക് തീരെ മേല വരാവോന്ന് ചോദിച്ചു. അങ്ങനെ വന്നു. ഹസ്ബൻഡ് ഞാനും എന്റെ കൊച്ചും ഉണ്ടായിരുന്നു. അവര് 1 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇപ്പൊ ചിലർക്ക് തോന്നിയേക്കാം ഇതിനകത്ത് ഇപ്പൊ പൃഥ്വിരാജിന് എന്ത് ചെയ്യാനാണ്, പൃഥ്വിരാജിന്റെ മറ്റേ അസിസ്റ്റന്റ് അല്ലേ ചെയ്തത്. പക്ഷേ പൃഥ്വിരാജ് ഇത് കഴിഞ്ഞിട്ട് എന്ത് നടപടി എടുത്തു എന്നുള്ളതിലാണ് കാര്യം. പുള്ളി ഒരു നടപടി എടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, പുള്ളി ഈ കാര്യം അറിയുകയും ചെയ്തു. എന്നിട്ട് പുള്ളി നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ അടുത്ത പടമായിട്ടുള്ള എമ്പുരാന് ഈ പറഞ്ഞ ആളെ വിളിച്ച്, ഈ മൻസൂർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഇപ്പോഴും അവിടെ അസിസ്റ്റന്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് നിർത്തി. അപ്പൊ അതാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു ഇരട്ടത്താപ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. കാര്യം പ്രസ് മീറ്റിനകത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇപ്പൊ സ്ത്രീകൾക്ക് സുരക്ഷിത വേണം, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ അവിടെ വന്നിരുന്ന് പറഞ്ഞിട്ട്, എന്നാൽ റിയൽ ലൈഫിനകത്തേക്ക് വരുമ്പോഴത്തേക്കും അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടില്ല. അപ്പൊ നമുക്കിനി ബാക്കി പുള്ളിക്കാരി പറഞ്ഞു കേട്ടു. ഹോൾ ക്രൂ താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അതെ. അതുകൊണ്ട് എനിക്ക് ഒരുവിധ സംശയമില്ല. എന്നുവെച്ചാൽ തൊട്ടപ്പുറത്തൊക്കെ ഇവരെല്ലാരും ഉണ്ട്. എനിക്ക് പേര് ഞാൻ ഇപ്പം പറയുന്നത് ശരിയല്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന ഒത്തിരി പേര് അതേ ഹോട്ടലിൽ അതേ സ്ഥലത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഡൗട്ട് തോന്നത്തില്ല. എല്ലാരും ഉണ്ട്. അതായത് പൃഥ്വിരാജ് മാത്രം, അവരല്ലാതെ ആ ക്രൂ ഫുൾ ആ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അതും 2 ദിവസം ഞങ്ങൾ
അല്ല ഇപ്പൊ അവരുടെ ചെക്ക് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസിന് വെരിഫൈ എല്ലാം ഉണ്ട് എന്റെ ഉണ്ട് എന്റെ കയ്യിലുണ്ട്. ട്രിപ്പ് വഴിയായിരുന്നു, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. പോലീസുകാർക്ക് കൊടുത്തായിരുന്നു. അന്ന് അവർ അവിടുത്തെ CCTV ദൃശ്യമൊക്കെ എടുത്തിട്ടുമുണ്ട്. ഓക്കെ ഹോട്ടലിലെ CCTV ദൃശ്യം എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ ഹൈദരാബാദ് പോലീസ് പറയുന്നത് കേസിന്റെ സ്റ്റാറ്റസിനെ പറ്റിട്ട്? ഇപ്പൊ എന്താണ് അവരെങ്ങനെ പോകുന്നു? എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടുന്ന് നല്ല രീതിയിൽ പ്രഷർ, അതായത് പോലീസുകാർക്ക് കിട്ടുന്നുണ്ടെന്ന്. അവരൊന്നും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇതിന് മുന്നായിട്ട് ഞാൻ ഈ വേറെ സിനിമകളിലുള്ള ഒത്തിരി പേരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ കേസുണ്ട്, ഇന്ന സംഭവം ഉണ്ടെന്ന് എന്നിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ എംബ്രാൻഡ് ലൊക്കേഷനിലേക്ക് പോയി. എന്നിട്ട് ഈ എംബ്രാൻഡ് ലൊക്കേഷനിൽ 1 മാസത്തോളം വർക്ക് ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ വനിതാ കമ്മീഷന് പരാതി അയച്ചു. അത് കഴിഞ്ഞിട്ട് ഫെപ്റ്റയ്ക്ക് അയച്ചിട്ട് ഫെപ്റ്റ ശരി ഇപ്പൊ എത്രയെന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ന സ്ഥലത്തേക്ക് പോകുമെന്ന് അവർക്കറിയാം. ഈ ഒരു പരാതി വന്നിട്ട് പോലും അവരാരും എനിക്ക് ജസ്റ്റ് ഒരു റിപ്ലൈ മെയിൽ തന്നു, അന്നല്ലാതെ ആരും അന്വേഷിച്ചില്ല. അത് കഴിഞ്ഞ് ഈ വ്യക്തി പൃഥ്വിരാജ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജിന്റെ ഫില്ലേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫോട്ടോയിൽ ഞാൻ ഈ മൻസൂർ റഷീദിനെ കണ്ടപ്പം എനിക്ക് ഇതായിട്ട് ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന്. പൃഥ്വിരാജിന്റെ മാനേജറെ വേറൊരു വ്യക്തി വഴി കോൺകോളിൽ സംസാരിച്ചു. പിന്നെ ഞാൻ അവരുടെ തന്നെ ഒരു ചീഫ് അസോസിയേറ്റ്, അതായത് ഈ പൃഥ്വിരാജിന്റെ ചീഫ് അസോസിയേറ്റ് തന്നെയാണ് ബ്രോഡാഡിയുടെ ചീഫ് അസോസിയേറ്റ്. എംപുരാന്റെ ചീഫ് അസോസിയേറ്റ് തന്നെയാണ് ബ്രോഡാഡിയുടെ. ആ വ്യക്തിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ആ സാർ എന്നോട് പറഞ്ഞു, ഈ വീഡിയോ ഞാൻ അറിഞ്ഞില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്, പക്ഷെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരാഴ്ചത്തോളം ഈ വ്യക്തിനെ. അപ്പൊ കേട്ടല്ല, ഇത്രത്തോളമൊക്കെ ഉണ്ടായി. ഇതൊക്കെ പൃഥ്വിരാജ് അറിയുകയും ചെയ്ത് അവര് കേസ് കൊടുത്ത് ആ ഒരു വിഷയത്തിനകത്ത്, അതുപോലെ ഫെഫ്കയിനകത്ത് ഇടപെട്ടെന്നൊക്കെ ഉള്ള രീതിക്ക്, അങ്ങനെ പല രീതിക്ക് പുള്ളിക്കാരിനെ കൊണ്ട് ഏതൊക്കെ രീതിക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് എല്ലാം മൂവ് ചെയ്ത്. എന്നിട്ടും അതൊന്നും പൃഥ്വിരാജ് അറിഞ്ഞില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. അപ്പൊ എനിക്ക് പൃഥ്വിരാജിനോട് എനിക്കൊരു 2 വാക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഇച്ചിരിയെങ്കിലും ഒരു ഉളുപ്പ് കാണിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇപ്പൊ നമ്മളൊരു പ്രസ് മീറ്റിനകത്ത് വന്ന് ഇപ്പൊ പലരും ഒളിച്ചോടി, അതായത് ഇപ്പൊ പല ആക്ടേഴ്സും ഈ പ്രസ് മീറ്റിനൊന്നും നിൽക്കാണ്ട് ഒളിച്ചോടുന്ന പല ആക്ടേഴ്സും ഉണ്ട്. അപ്പൊ അവര് ഒളിച്ചോടിയവരെക്കാളും മോശമായിട്ടുള്ളൊരു കാര്യമായി പോയി ഇപ്പൊ പൃഥ്വിരാജ് ചെയ്ത കാര്യം. നിങ്ങളെ ഒരു വർക്ക് സ്പേസിനകത്ത് തന്നെ ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ട് അതിനകത്തൊരു വേണ്ട നടപടി എടുക്കാണ്ട് നിങ്ങൾ വന്നിട്ട് ഇരുന്നിട്ട് അതിനിട്ട് ന്യായീകരിക്കണം എന്നല്ല, അതിനെ ആ ഒരു ഇപ്പം ഇവിടെ നടക്കുന്ന വിഷയങ്ങളെ നിങ്ങൾ ഭയങ്കര കാര്യമായിട്ട് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ വർക്ക് സ്പേസിൽ എന്താണ് നടന്നതെന്ന് നിങ്ങൾ മറന്നുപോയി. അതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇനി പൃഥ്വിരാജ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇന്റർവ്യൂ നമ്മുടെ പ്രസ്സിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോ. എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്നെനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും, അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതെങ്കിലും ചെയ്യണമായിരുന്നു. അതായത് നിങ്ങളുടെ വർക്ക് സ്പേസിനകത്തുള്ള സംഭവങ്ങളൊക്കെ ക്ലിയർ ആയിട്ടാണ് നടക്കുന്നത്, അവിടെ ഇതേപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്യണമായിരുന്നു. അതുപോലും പറ്റാതെ നിങ്ങളാണ് പറയുന്നത് ബാക്കിയുള്ളവരുടെ എല്ലാവരെയും വർക്ക് സ്പേസ് ഞാൻ റെഡിയാക്കും, അതല്ലെങ്കിൽ അതും കൂടെ എൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിക്ക് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് ഒരു നിലപാടാണ് അതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ഈ ഒരു പ്രസ് മീറ്റിനകത്ത് തന്നെ വരുന്ന ഒരു 2 ഇരട്ടത്താപ്പ് പോലത്തെ ഒരു സംഭവം നമുക്കൊന്ന് കണ്ടു. ആദ്യം നമുക്ക് അതിന്റെ ഒരു ബിറ്റ് കാണാം. അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഐ ഹോപ്പ് യു ഗെറ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ പവർ ഗ്രൂപ്പ് പൃഥ്വിരാജിന്റെ എന്തെങ്കിലും അവസരങ്ങൾ തടയുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്നാൽ തൊട്ടടുത്ത് ഇതിനകത്ത് പൃഥ്വിരാജ് പറഞ്ഞത് നോക്കുന്നത് കോർട്ടിലടക്കം പറയുന്ന ഈ സിനിമ വിലക്കുണ്ടല്ലോ, വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് എന്ന രീതി പറയുന്നുണ്ട്. പാർവതി തിരുവോത്തിന്റെ ഉദാഹരണമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണോ പൃഥ്വിരാജിന്റെ ഒരു അഭിപ്രായം? അത് മാത്രമല്ല തുടക്കകാലത്ത് ചില പ്രോജക്റ്റുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്താവന വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ? ശരിയാണ്. ഒരിക്കലൊരു നിലപാടെടുത്തതിന്റെ പേരിൽ ഇതെന്താണെന്നറിയോ, നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ്.
ഓക്കെ, അപ്പൊ അതേ പൃഥ്വിരാജ് തന്നെ അടുത്തതിനകത്ത് പറയുന്നതാണ്, അതായത് ഞാനല്ലേ ഏറ്റവും വലിയ എക്സാമ്പിൾ, എന്നെയല്ലേ ആദ്യം ഒരു ബഹിഷ്കരിച്ചത്, അല്ലെങ്കിൽ എന്നെയല്ലേ എൻ്റെ അവസരങ്ങളല്ലേ തടഞ്ഞതെന്നുള്ള രീതിക്ക് പിന്നെയും പൃഥ്വിരാജ് പറഞ്ഞു. അപ്പൊ ഈ പൃഥ്വിരാജിന്റെ നിലപാടിന്റെ സിംഹം, നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെ പറയുന്ന ഈ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയണേണ്, പൃഥ്വിരാജ് എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് ഓരോ സമയത്തും ഓരോന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം നിങ്ങളുടെ ലൈഫിനകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിനകത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ വർക്ക് സ്പേസിനകത്ത് നിങ്ങൾ ആ പറഞ്ഞതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാണ്. നിങ്ങൾ വന്നിട്ട് ബാക്കിയുള്ളവരുടെ വർക്ക് സ്പേസ് നന്നാവണമെന്ന് പറയുന്നതിൽ ലോജിക്ക് ഉള്ളതായിട്ട് പോലും എനിക്ക് തോന്നല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ആ ഒരു ഡയറക്ടറിനെ പിന്നെ പിരിച്ചു വിട്ടോ, പിന്നെ അതൊന്നും അല്ല. ആ സമയം നിങ്ങൾ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് ഇത്രയും വലിയ കോൺസിക്വൻസുകളൊക്കെ ഈ ഒരു വിഷയത്തിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.